ഹായ് ഹലോ വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പോൾ വൊക്കാബുലറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെരി വെരി വാം വെൽക്കം. അപ്പൊ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ നമ്മൾ ഇന്നും ഇഡിയംസ് ആണ് നോക്കാൻ പോകുന്നത്. കുറച്ചധികം ഇഡിയംസ്, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോവാണ്. സോ വൈ ഷുഡ് വി വെയിറ്റ്? നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം അല്ലേ? അപ്പൊ നമ്മുടെ ആദ്യത്തെ ഇഡിയം എന്ന് പറയുന്നത് ഇസ് ബാഡ് ബ്ലഡ്. ബാഡ് ബ്ലഡ്. ഇവിടെ ദാ ഈ സിനിമ ഞാൻ എടുത്തിട്ടുണ്ട്, കാര്യസ്ഥൻ എന്ന് പറയുന്ന സിനിമ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ സിനിമയ്ക്കകത്ത് രണ്ട് തറവാടുണ്ടല്ലേ, പുത്തേടത്ത് കിഴക്കേടത്ത്. രണ്ടുപേർക്കും തമ്മിൽ എന്താണ്? ശത്രുതയാണ്. രണ്ടുപേര് തമ്മിൽ എനിമിറ്റിയാണ്. രണ്ടുപേര് തമ്മിലും റൈവൽസ് ആണ്. അപ്പൊ ആ ഒരു ഫീൽ ഓഫ് ഹേട്രഡ്, രണ്ട് ഫാമിലീസ് തമ്മിലുള്ള ഒരു ഫീൽ ഓഫ് ഹേട്രഡിനെയാണ് നമ്മൾ എന്ത് പറയുക? ബാഡ് ബ്ലഡ് എന്ന് പറയുക. എന്താ? ബാഡ് ബ്ലഡ്. അപ്പൊ ഒരു എക്സാമ്പിൾ നോക്കാം. ദ ടു ഫാമിലീസ് ആർ ഇൻ ബാഡ് ബ്ലഡ്. ആ രണ്ട് ഫാമിലീസിന്റെ ഇടയിലും എന്താണ്? ഒരു ഹേറ്റഡ് ഉണ്ട്, ഒരു ഫീലിംഗ് ഓഫ് ഹേറ്റ് അവരുടെ ഇടയിൽ ഉണ്ട്. അപ്പൊ ഈ ബാഡ് ബ്ലഡ് എന്ന് ആലോചിക്കുമ്പോൾ ആ ഒരു സിനിമയിൽ ആ രണ്ട് തറവാടിനെ, ആ രണ്ട് കുടുംബത്തെ ഇങ്ങനെ ആലോചിക്കുക, അവർ തമ്മിലുള്ള ആ ഒരു വഴക്കിനെ ആലോചിക്കുക, ആ കോമഡി സീൻസ് ഒക്കെ ആലോചിക്കുക. അങ്ങനെ എന്താ ആ ഒരു ബാഡ് ബ്ലഡ് എന്ന് പറയുന്ന ഇനി ആ സിനിമ കാണുമ്പോൾ ഈ രണ്ട് തറവാട് തമ്മിൽ എന്താണെന്ന് അറിയാവോ? അവർ തമ്മിൽ ബാഡ് ബ്ലഡ് ആണ്, അവർ തമ്മിൽ ഒരു ഹേറ്റഡ് ഉണ്ട് എന്ന് എപ്പോഴും ആലോചിക്കുക. നെക്സ്റ്റ് നോക്കിക്കോ, ഗോർജിയൻ നോട്ട്. ദാ ഈ സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഈ സീന് മറക്കാനേ പറ്റത്തില്ല. കയറ് കയറ് എന്ന് വിളിക്കുന്ന ഈ ഒരു സീന് മറക്കാനേ പറ്റത്തില്ല. അപ്പോ എന്താ ആ ഒരു കെട്ട്, സലീം കുമാറിന്റെ കാലിൽ അത്രയും എന്താ അഴിക്കാൻ പറ്റാത്ത കെട്ട അവിടെ നിൽക്കുന്നത്. അവന് അഴിക്കാൻ പറ്റില്ല, അവന് എണീക്കാൻ പറ്റില്ല, വീണുകൊണ്ടേ ഇരിക്കുക. അപ്പൊ അഴിക്കാൻ കഴിയാത്ത ആ ഒരു കുരുക്ക്, അതാണ് എന്ത് പറയുന്നത്? ഗോർജിയൻ നോട്ട് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഈഡിയംസിനൊക്കെ കുറച്ച് ബാക്ക് സ്റ്റോറീസ് ഉണ്ട്. ഈ ഗോർജിയൻ നോട്ട് എന്ന് പറയുന്നത്, ഗോർജിയൻ എന്ന് പറയുന്ന മുന്നത്തെ ഒരു കിങ് ആയിരുന്നു. പുള്ളി എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇയാളുടെ പവർ അല്ലെങ്കിൽ ഇയാളുടെ ചാരിയറ്റ്, ആ ഒരു പവർ വേറൊരാൾക്ക് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ ചാരിയറ്റിൽ ഒരു നോട്ട് വെച്ചു, ഒരു കെട്ട് വെച്ചു. ആ കെട്ട് ആർക്കും അഴിക്കാൻ പറ്റത്തില്ല. അത്രയും അഴിക്കാൻ കഴിയാത്ത ഒരു കെട്ടിനെയാണ് ആ ഗോർജിയൻ നോട്ട് എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആ കെട്ട് അഴിക്കുന്നുണ്ട്. ആ ഒരു കിങ്ഡം അയാൾ പിടിച്ചെടുക്കുന്നുണ്ട്, ആ ഒരു നോട്ട് അഴിക്കുന്നുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ വാള് കൊണ്ട് ഒറ്റ വെട്ട അങ്ങനെയാ അഴിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരൻ എന്താ അവിടെ ഹാർഡ് വർക്ക് അല്ല ചെയ്തത്, സ്മാർട്ട് വർക്കാ ചെയ്തത്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് പഠിച്ചില്ലേ ഒരു സ്റ്റോറി. അപ്പൊ ഈ ഗോർജിയൻ നോട്ട് എന്ന് പറയുന്നത് ഡിഫിക്കൾട്ട് നോട്ട്. അപ്പൊ ഇവിടെ സലീം കുമാറിന്റെ കാലില് അത്രയും കുരുക്ക് പിടിച്ച ആ ഒരു കെട്ടായിരുന്നു, അത്രയും ഗോർജിയൻ നോട്ടായിരുന്നു പുള്ളിയുടെ കാലില് അങ്ങ് കുടുങ്ങിപ്പോയത്. ഓക്കെ. ആൻഡ് അടുത്തത് ടിൽ ദ കൗ കം ഹോം. ടിൽ ദ കൗ കം ഹോം. നമുക്കറിയാം കിലുക്കം സിനിമയിൽ രേവതി ഇങ്ങനെ വന്ന് നിൽക്കും, ജ്യോതിയും വന്നില്ല തീയും വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. അത് തന്നെയാണ് ഇവിടെയും. എന്താ? ഫോർ എ ലോങ് ടൈം പുള്ളിക്കാരെ ഇവിടെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തോണ്ടിരുന്നു. ഐ വെയിറ്റഡ് ടിൽ ദ കൗ കം ഹോം. ഞാൻ എന്താ അത്രയും നേരം, അത്രയും സമയം ഞാൻ അവിടെ ചിലവഴിച്ചു, വെയിറ്റ് ചെയ്തു. അതാണ് അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ടിൽ ദ കൗ കം ഹോം എന്ന് പറയുന്ന ഈഡിയം ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു സീൻ ആലോചിക്കാം. നമ്മുടെ രേവതി ഇങ്ങനെ തിരിച്ചു വരികയാണ്, ജോജി ആണെങ്കിൽ അവളെ ഞാൻ പറഞ്ഞയച്ചു എന്നും പറഞ്ഞ് അങ്ങ് നിൽക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ പുറകേന്ന് വരുന്നത്. എന്നിട്ട് അടുത്തുണ്ടാവുന്ന സീൻ നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല ഇറച്ചിയുടെ മണം, അതാ ചുട്ട കോഴിയുടെ മണം എന്നൊക്കെ പറയുന്ന ആ ഒരു സീനാണ് അല്ലേ. അപ്പൊ ടിൽ ദ കൗ കം ഹോം എന്ന് പറയുന്നത് എന്താ? ടു വെയിറ്റ് ഫോർ എ ലോങ് ടൈം. അപ്പൊ അടുത്ത നോക്കിക്കോണേ, ബൗൺസിങ് ഓഫ് ദ വാൾസ്. ബൗൺസിങ് ഓഫ് ദ വാൾസ്. ദാ ഈ സിനിമ സീനിയേഴ്സ് എന്ന് പറഞ്ഞ സിനിമയെ ഞാൻ എടുത്തേക്കുന്നത്. മനോജ് കെ ജയൻ, നമുക്കറിയാം, അവരെല്ലാരും ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞിട്ട് ഹോസ്റ്റലിലോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പത്തേന് മനോജ് കെ ജയൻ ഇങ്ങോട്ട് ചാടുന്നു, പിന്നെ ഇങ്ങോട്ട് ചാടുന്നു, പിന്നെ അങ്ങോട്ട് ചാടുന്നു, പിന്നെ ഇങ്ങോട്ട് ചാടുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരാൾ വളരെയധികം സന്തോഷത്തോടെ നിൽക്കുകയാണെങ്കിൽ ഒരു തുള്ളിച്ചാട്ടം ഇല്ലേ, ഒരാൾ ഓക്കെ എനിക്ക് പറ്റി, എനിക്ക് അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞ് തുള്ളിച്ചാടാറുണ്ട്. അപ്പൊ ആ ഒരു തുള്ളിച്ചാട്ടത്തിനെയാണ് ബൗൺസിങ് ഓഫ് ദ വാൾസ് എന്ന് പറയുന്നത്. ഏതോ ഒരു പരസ്യത്തില് ഉണ്ട്, എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്ന് പറയുന്ന ഏതോ ഒരു പരസ്യമുണ്ട്. ജാമിന്റെ ആണോ ജ്യൂസിന്റെ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ആ ഒരു പരസ്യത്തിൽ ആ കുട്ടിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ഹീസ് ജമ്പിങ് ഓഫ് ദ വാൾ. അപ്പൊ അതാണ് ഇവിടെ എന്താ? എക്സൈറ്റഡ് ആൻഡ് ഫുൾ ഓഫ് എനർജി. അതാണ് ദ ഇഡിയം മീനിങ് ബൗൺസിങ് ഓഫ് ദി വാൾസ് എന്ന് പറയാ. അപ്പൊ ഈ ചാടുന്ന സീനൊക്കെ ആലോചിക്കുക. അപ്പൊ ഇനി സിനിമ കാണുമ്പോൾ ആ ഒരു ഇഡിയം ഓർക്കണം, ഹീസ് ബൗൺസിങ് ഓഫ് ദ വാൾസ് എന്ന് ആലോചിക്കണം. അടുത്തത് ബ്രേക്ക് ദി ഐസ്.
ബ്രേക്ക് ദി ഐസ് എന്ന് പറയുന്നത് നമ്മളൊരു കൂട്ടത്തിൽ ഇരിക്കുകയാണ്. അതാ അനിയത്തിപ്രാവ് എന്ന് പറയുന്ന സിനിമ. ഇങ്ങനെ എല്ലാവരും ഒരു കൂട്ടത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ ഇരിക്കുന്ന സമയത്ത് അവർക്ക് എന്താ സംസാരിക്കണമെന്ന് അറിയത്തില്ല. ഞാൻ എന്താ പറയണ്ടേ, കുറെ പേര് ഇരിപ്പുണ്ടല്ലോ, എനിക്കറിയത്തില്ല. ഇങ്ങനെ നോക്കിയിട്ട് അവരെന്താ പറയുന്നത്, എന്തെങ്കിലും സംസാരിക്കാൻ പറയുമ്പോ ഹലോ, അടുത്ത ആള് ഹലോ. അപ്പൊ എന്താ ആ ഒരു സൈലൻസിനെ അയാൾ ബ്രേക്ക് ചെയ്തിട്ട് എന്താ പറഞ്ഞത്, ഹലോ എന്ന് പറയാ. ടു ബ്രേക്ക് ദ സൈലൻസ് എന്ന് പറയുന്നതാണ് ബ്രേക്ക് ദി ഐസ് എന്ന് പറയുക. അപ്പൊ അയാൾ എടുത്ത ആ ഒരു ഇനിഷ്യേറ്റീവ്, ആ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്യാൻ എന്ത് പറയാ, ഹലോ എന്ന് പറയാനാണ് അയാള് സൈലൻസ്, ആ ഒരു ഐസ് ബ്രേക്കിംഗ് മൂവ്മെന്റ് ആയിരുന്നു അത്. ഓക്കെ, സോ ബ്രേക്ക് ദി ഐസ് എന്ന് പറയുന്നത് എന്താ, ടു ബ്രേക്ക് ദി സൈലൻസ്, ടു സ്പീക്ക് അപ്പ്, അതാണ് അവിടെ ഉദ്ദേശിക്കുക. ആൻഡ് ടു ബി റോളിംഗ് ഇൻ മണി, ടു ബി റോളിംഗ് ഇൻ മണി. ഇവിടെ നോക്കിയോ, ഞാൻ മണി ഹൈസ്റ്റ് എന്ന് പറയുന്ന സീരീസ് ആണ് എടുത്തേക്കുന്നത്. ഇത് കണ്ടിട്ടില്ലാത്തവരായിട്ട് വളരെ ചുരുക്കം ആൾക്കാരെ കാണുള്ളൂ. അപ്പൊ ഈ ക്യാരക്ടറിനെ നമുക്കറിയാം, ഹു ഇസ് ഡെൻവർ. ഡെൻവർ ആണെങ്കിൽ എന്താണ്, ആ ബോൾട്ട് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ മൊത്തം ഇങ്ങനെ പൈസ ഇരിക്കും. അപ്പൊ ഡെൻവറിന്റെ മനസ്സിലറിയാം, ഓക്കെ ഈ പൈസയൊക്കെ എനിക്കുള്ളത്, ഐ എം ഗോണ ബി റിച്ച് എന്ന് ഡെൻവറിന് വളരെ നന്നായിട്ട് അറിയും. ആ പൈസയിലോട്ട് ഇങ്ങനെ ചാടി അങ്ങ് വീഴാണ് ഡെൻവർ. അപ്പൊ എന്താണ് ടു ബി റിച്ച്, അതിനെയാണ് ടു ബി റോളിംഗ് ഇൻ മണി എന്ന് പറയുന്നത്. ഈ ആട് 2 സിനിമയിലായാലും നമുക്കറിയാം ഈ പൈസ നിരോധിക്കുന്നതാണ് ആട് 2 എന്ന് പറയുന്ന സിനിമയ്ക്കകത്തുള്ളത്. അപ്പൊ അതിനകത്ത് നമ്മുടെ സണ്ണി വെയിന്റെ റൂമിനകത്ത് നമ്മൾ കണ്ടറിയാം, ഇങ്ങനെ ബെഡിലൊക്കെ ഇങ്ങനെ പൈസ ഇങ്ങനെ എറിഞ്ഞിട്ടേക്ക്, ആ പൈസയുള്ള ബെഡിലാണ് കിടക്കുന്നത് സണ്ണി വെയിൻ. അത് തന്നെയാണ് എന്താ ടു ബി റോളിംഗ് ഇൻ മണി. ഹി ഈസ് സച്ച് എ റിച്ച് ഗായ്. ഓക്കെ, അപ്പോ ഏതെങ്കിലും നല്ല പൈസക്കാരനെ കാണുമ്പോ ഹോ ഹി ഈസ് റോളിംഗ് ഇൻ മണി എന്ന് നമുക്ക് പറയാം. അടുത്തത് ബെൻഡ് യുവർ ഇയേഴ്സ്, ബെൻഡ് യുവർ ഇയേഴ്സ്. ഇവിടെ കുഞ്ഞിരാമായണം എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതാണ്ട ഈ പുള്ളിക്കാരൻ എല്ലാവർക്കും അറിയാലോ, വെൽഡൺ വാസു എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ എന്താ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അയാൾ ഗൾഫിലായിരുന്നു, അപ്പൊ ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ദാണ്ട ഇവിടെ ഇന്ദ്രൻസ് ഒക്കെ ഇരിക്കുന്നുണ്ടോ, വളരെ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളതാ, ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുക. പണ്ടേ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അപ്പൊ എന്താണ്, ടു ടോക്ക് ടു സമ്മൺ ഫോർ എ ലോങ് ടൈം അബൌട്ട് സംതിങ് ബോറിംഗ്. ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഒത്തിരി അധികം നേരം കൊണ്ട് ഇങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാണ് എന്ത് പറയാ, ബെൻഡ് യുവർ ഇയേഴ്സ് എന്ന് പറയാ. വാട്ട് വി സേ, ബെൻഡ് യുവർ ഇയേഴ്സ്. അപ്പൊ ഈ കഷ്ടപ്പാട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നവരുടെ ആ ഒരു കഷ്ടപ്പാട് ഇങ്ങനെ ഒന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ഈ ഒരു ഇഡിയംസ് ബോറിംഗ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമയൊക്കെ കൊണ്ടുവരുന്നതെന്ന് ആലോചിക്കാം കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ, ഷീ ഇസ് എ ഹാൻഡ്ഫുൾ. ഈ ലേറ്റ് 90s ഏർലി 2000s പിള്ളേർക്ക് ഈ ഒരു ക്യാരക്ടറിനെ അറിയായിരിക്കും. ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ പുള്ളിക്കാരി എന്ന് പറയുന്നത്. കുംഫു ഹസിൽ എന്ന് പറയുന്ന ലാൻഡ് ലേഡി. അപ്പൊ ഈ പുള്ളിക്കാരിനെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ടഫാണ്. എ പേഴ്സൺ who is tough to handle, who is difficult to handle, അവരെയാണ് a handful എന്ന് പറയാ. അപ്പൊ ഈ ഒരു ലേഡി എന്ന് പറയുന്നത് അത്രയധികം ഡിഫിക്കൾട്ട് ആണ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പൊ ഈ ഒരു പടമൊക്കെ കാണുമ്പോൾ ഈ ഒരു സിനിമ കാണാനായിട്ട് പണ്ടുള്ള അതേ എന്റെയൊക്കെ ഏജ് ഉള്ളവർക്ക് ഇങ്ങനെ തോന്നും, ഓക്കെ ഈ സിനിമ ഒന്നുകൂടെ കാണാം. അത്രയധികം കോമിക്കലാണ് ഈ ഒരു കുംഫു ഹസിൽ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. പണ്ട് കൊച്ചു ടിവിയിലൊക്കെ വരുമായിരുന്നു മലയാളത്തില്. ഓക്കെ, അപ്പൊ അടുത്തത് നോക്കിയോ, ടു മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ്. രണ്ടറ്റങ്ങളെയും ഒന്നിച്ചു കൊണ്ടുവരിക. അതാ ഇവിടെ ബിഗ് ബി എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ സീൻ ഇത് ആരാന്നറിയോ, ഇത് ഇന്നസെന്റ്. അപ്പൊ ഇന്നസെന്റ് എന്താ ചെയ്യുന്നത്, പുള്ളിയുടെ മുണ്ട് രണ്ടും ആ ഒരു രണ്ട് അറ്റങ്ങളെ ഒന്ന് യോജിപ്പിക്കാനായിട്ട് നോക്കുകയാണ്. കിടന്ന് ഉരുളുക റോഡിൽ കിടന്നിട്ട്. അപ്പൊ ടു മേക്ക് എ ലിവിങ്, ഒന്ന് ജീവിക്കുക, ഒന്ന് നല്ല രീതിയിലൊക്കെ പൈസ ഒന്നും ഉണ്ടാക്കി എന്താ ആ ഒരു മിഡിൽ ക്ലാസ് ജീവിതം, അതിനെയാണ് എന്താ പറയാ, ടു മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ്. നമ്മള് മലയാളികൾ ചോദിക്കും എങ്ങനെയുണ്ട് സുഖല്ലേ, ആ കുഴപ്പമില്ല അങ്ങനെ അങ്ങ് പോകുന്നു, രണ്ടറ്റവും യോജിപ്പിക്കാനായിട്ട് അങ്ങനെ പെടാപ്പാട് പെടുന്നു എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെയാണ് ഇതും. ടു മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ് എന്ന് പറയുന്നത് ടു മേക്ക് എ ലിവിങ്. അപ്പൊ ഈ ഒരു സീൻ, ഈ ഒരു കൊമിക്കൽ സീൻ ആലോചിക്കുക, ഇങ്ങനെ മുണ്ട് രണ്ടറ്റവും ഇങ്ങനെ യോജിപ്പിക്കാനായിട്ട് കടന്ന് കഷ്ടപ്പെടുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ടു വെദർ ദ സ്റ്റോം. ടു വെദർ ദ സ്റ്റോം. ഈ ഒരു സീരീസ് നേരത്തെ മണി ഹൈസ്റ്റ് പോലെ തന്നെയാണ് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഗോട്ട് അല്ലെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറയുന്ന ഈ ഒരു സീരീസ്. ഈ ഒരു സീരീസിൽ നമ്മുടെ ജോൺ സ്നോ എന്താ ചെയ്യാണ്, ആ ഒരു അത്രയും പേരെ ആ ക്രൗഡിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ സ്വാഡും കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആൻഡ് ആ ഒരു ധൈര്യം ഏതൊരു ഡിഫിക്കൽട്ടിനെയും വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് ഫേസ് ചെയ്യാനായിട്ട് ആരെ നിൽക്കുകയാണ്, നമ്മുടെ
ജോൺ സ്നോ നിൽക്കുകയാണ്. ആ ഒരു ധൈര്യത്തെ, ആ ഒരു ഡിഫിക്കൽട്ടിയെ ഫേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ടു വെദർ ദ സ്റ്റോം. ജോൺ സ്നോ ഇസ് സ്റ്റാൻഡിങ് ടു വെദർ ദ സ്നോ. ജോൺ സ്നോ എന്താ ചെയ്യുന്നത്? ആ ഒരു ഡിഫിക്കൽട്ടിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ ടു വെദർ ദ സ്റ്റോം മീൻസ് ടു ഫേസ് ദി ഡിഫിക്കൽട്ടി. ഓക്കെ, ആൻഡ് അടുത്ത് നോക്കിയോ, ബ്ലാക്ക് ഷീപ്പ്. ഈ സിനിമയിൽ, എന്തിനെന്ന് പറയുന്ന സിനിമയില് പുള്ളി പറയുന്നത് തന്നെ എന്താ? ബ്ലാക്ക് ഷീപ്പ്. എന്താണ്? ഹു ഇസ് ദ ബ്ലാക്ക് ഷീപ്പ് എന്ന് ചോദിക്കുന്നുണ്ട്. കുറെ അധികം റോബോട്ട്സിനെ അസംബിൾ ചെയ്ത് നിർത്തുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു, ടു റൊട്ടേറ്റ് ദെയർ ഹെഡ് എന്നൊക്കെ നമ്മുടെ ചിട്ടി ദ റോബോ പറയാണ്. അപ്പോ അതിന്റെ ഇടയിൽ എന്തോ ഈ ചെയ്യാനായിട്ട് കഴിവില്ലാത്ത ഒരാൾ നിൽപ്പുണ്ട്. ദാറ്റ് ഇസ് വസി. അപ്പോ എന്താ? കഴിവില്ലാത്ത, അത്രയും ഗ്രൂപ്പില് കഴിവില്ലാത്ത ഒരു വ്യക്തിയാണ് നമ്മൾ എന്ത് പറയാ? ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയാ. എ വർത്ത്ലെസ് മെമ്പർ ഓഫ് എ ഫാമിലി ഓർ എ ഗ്രൂപ്പ്. അപ്പൊ ഒരു ഗ്രൂപ്പിലെയോ ഒരു ഫാമിലിയിലെയോ വർത്ത്ലെസ് ആയിട്ടുള്ള, കഴിവില്ലാത്ത ഒരു വ്യക്തിയെ എന്താ വിശേഷിപ്പിക്കുക? ബ്ലാക്ക് ഷീപ്പ് എന്നാണ് വിശേഷിപ്പിക്കുക. അപ്പൊ ഈ ഒരു സിനിമയിൽ ഇതാണ്ട ഈ സെയിം സീൻ, ബ്ലാക്ക് ഷീപ്പ് മാ എന്ന് പറയുന്ന ആ ഒരു സീൻ നോക്കുക. ഓക്കെ, മറക്കരുത്. അടുത്തത്, കീപ് യുവർ നോസ് ക്ലീൻ. കീപ് യുവർ നോസ് ക്ലീൻ. മൂക്ക് വൃത്തിയാക്കി വെക്കാനെന്നല്ല, ഇവിടെ ഈ ഒരു ഡയലോഗ്. ഇതിൽ നമ്മളില്ല, നമ്മൾ കണ്ടാ മതി, ഇടപെടരുത്. അപ്പൊ ഒരു കാര്യത്തില് ഇടപെടാതിരിക്കുക. കീപ് ഔട്ട് ഓഫ് ട്രബിൾ. ഒരു ട്രബിളിൽ നിന്ന് മാറി നിൽക്കുക. കീപ് ഔട്ട് ഓഫ് ഇറ്റ്. അതാണ് കീപ് യുവർ നോസ് ക്ലീൻ എന്ന് പറയുന്നത്. അപ്പോ എന്താ? ഇതിൽ നമ്മളില്ല, കണ്ടാ മാത്രം മതി എന്ന് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അടിയും ബഹളവും ഒക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ മാറി നിൽക്കുക. ആൻഡ് കീപ് യുവർ നോസ് ക്ലീൻ. ഓക്കെ, അടുത്തത് നോക്കിക്കോ, കാറ്റ് ആൻഡ് ഡോഗ് ലൈഫ്. ഈ സിനിമ ഉണ്ടല്ലോ, ജെ എന്ന് പറയുന്ന സിനിമ, ഞാൻ ഇത്ര അധികം ചിരിച്ച്, ഇത്ര അധികം കൈയടിച്ച് കണ്ട വേറൊരു സിനിമയില്ല. അപ്പോ കാറ്റ് ആൻഡ് ഡോഗ് ലൈഫ് എന്ന് പറയുന്ന എന്താ? പീപ്പിൾ ഹു ഓൾവേസ് ആർഗ്യൂ, ഓൾവേസ് ഫൈറ്റ്. അപ്പൊ ഈ ഒരു ഫൈറ്റ്, ഈ ഒരു ഐക്കോണിക് ഫൈറ്റും ആ ബാക്കിൽ വരുന്ന ആ ഒരു കമന്ററി ഒക്കെ ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുമായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു എപ്പോഴും ആർഗ്യൂ ചെയ്യുന്ന, എപ്പോഴും അടി ഉണ്ടാക്കുന്ന രണ്ട് പേരെ അല്ലെങ്കിൽ ഒരു പീപ്പിളിനെയാണ് നമ്മൾ എന്താ, ആ ഒരു ലൈഫിനെയാണ് നമ്മൾ കാറ്റ് ആൻഡ് ഡോഗ് ലൈഫ് എന്ന് പറയുക. അപ്പൊ ഇനി ഈ സിനിമ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെ വഴക്കുണ്ടാക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾ എന്താ ഓർക്കേണ്ടത്? ദേ ആർ ലീഡിങ് എ കാറ്റ് ആൻഡ് ഡോഗ് ലൈഫ് എന്ന് വേണം ഓർക്കാൻ. അപ്പോ അടുത്തത് നോക്കിയോ, ടു ഡ്രോവ്സ്. അതായത് ലോട്ട് ഹാപ്പനിങ് വിത്തിൻ എ ഷോർട്ട് ടൈം, അല്ലെങ്കിൽ വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അപ്പൊ നമ്മുടെ അടുത്ത ഇഡിയം ടു ഡ്രോവ്സ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ സമയത്തിൽ തന്നെ ഒത്തിരി അധികം കാര്യം സംഭവിക്കുക. ഞാൻ താണ്ട ഇവിടെ ഈ ഒരു സീരീസ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന സീരീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ താങ്ക്സ് ഗിവിങ്ങിന്റെ ഒരു ഒക്കേഷൻ ഒക്കെ നടക്കുകയാണ്. അപ്പൊ നമ്മുടെ 6 ഫ്രണ്ട്സും 6 കാര്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഈ 6 കാര്യങ്ങളും എന്താ പറയാ, 6 കാര്യങ്ങൾ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഒരു കുറച്ച് സമയം കൊണ്ട് ആ വീട്ടിൽ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ക്യാരക്ടർ പറയുന്നുണ്ട്, there is a lot of information in 30 seconds. അപ്പൊ അത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് കാര്യം നടക്കുന്നതിനെയാണ് ടു ഡ്രോവ്സ് എന്ന് പറയുക. എന്ത് പറയാ? ടു ഡ്രോവ്സ്. അടുത്തത് അറ്റ് ദി 11th hour. അപ്പൊ ഈ സിനിമ ഈ ഫോട്ടോ കണ്ടിട്ട് മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മൂവി ലവർ ആണെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. അത്രയധികം ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുള്ള ഹോം അലോൺ എന്ന് പറയുന്ന സിനിമയാണ്. ഇനി കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടിരിക്കണേ. ആൻഡ് ഹോം അലോൺ എന്ന് പറയുന്ന പാർട്ട് 1 പാർട്ട് 2 ഭയങ്കര രസമാണ്. ഈ 2 സിനിമയിലും ഈ ഫാമിലി ക്രിസ്മസിന് ട്രിപ്പ് പോവും. ആൻഡ് ഈ ട്രിപ്പ് പോകുന്ന അന്ന് രാവിലെ ഇവർ ഉറങ്ങിപ്പോവും, ഇവർ ലേറ്റ് ആവും. അപ്പൊ ആ ഒരു അവസാനത്തെ നിമിഷം, ടു ബി ലേറ്റ്, അപ്പൊ അത്രയധികം എന്താ ലേറ്റ് ആയി പോകുന്നതിനെയാണ് എന്താ പറയുന്നത്? അറ്റ് ദി 11th hour എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ സിനിമ കണ്ടിട്ടില്ലാത്തവർ ഈ സിനിമ കാണുക. വളരെ നല്ലൊരു മൂവിയാണ്, ക്രിസ്മസ് മൂവിയാണ്. 1 ഉം 2 ഉം, 3rd അത്ര പോരാ. ഓക്കെ, and next one, my hands are full. ഈ കിട്ടുണ്ണി എന്ന് പറയുന്ന ക്യാരക്ടർ നമുക്ക് 2 സിനിമയിൽ കാണാം. കിലുക്കം എന്ന് പറയുന്ന സിനിമയിലും കാണാം. അതിന്റെ 2ാമത്തെ ഭാഗം എന്ന് പറയുന്ന കിലുകിലുക്കം എന്ന് പറയുന്ന സിനിമയിലും കാണാം. ഞാൻ ആ 2ാമത്തെ എടുത്തേക്കുന്നത്. അപ്പൊ ഈ ഒരു സീൻ എന്ന് പറയുമ്പോൾ ഒരാൾ സോപ്പ് എടുക്കാൻ പറയുന്നു, ഒരാൾ വെള്ളം ചൂടാക്കാൻ പറയുന്നു. അങ്ങനെ എന്താ ഒരുപാട് ജോലികൾ ഒരേ സമയത്ത് കിട്ടുകയാണ്. കിട്ടുണ്ണിയാണെങ്കിൽ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്, ഞാൻ എന്താ ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു ബിസിനെസ്, ടു ബി ബിസി, ഐ ആം ബിസി എന്ന് പറയുന്നതാണ് മൈ ഹാൻഡ്സ് ആർ ഫുൾ എന്ന് പറയാ. അപ്പൊ നമ്മുടെ ഓണർ വന്നിട്ട് ചോദിക്കും, നീ അപ്പൊ ഒന്നും ചെയ്തില്ലേ,
ഒരാൾ അവിടെ നിന്ന് ഇത് പറയുന്നു, ഒരാൾ ഇവിടെ നിന്ന് അത് പറയുന്നു. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഐ എം സോ ബിസി, മൈ ഹാൻഡ്സ് ആർ സോ ഫുൾ എന്നിങ്ങനെ പറയാണ് ആര്? നമ്മുടെ കിട്ടുണ്ണി. അപ്പൊ എന്താ മൈ ഹാൻഡ്സ് ആർ ഫുൾ എന്ന് പറയുന്നത്? ഐ ആം ബിസി. അപ്പൊ അമ്മ ഇങ്ങനെ വിളിക്കുകയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. ആടാ മോനെ പോയി സാധനം മേടിച്ചിട്ട് വാടാ എന്ന് പറയുമ്പോ അമ്മ മൈ ഹാൻഡ്സ് ആർ ഫുൾ എന്ന് പറയാ. അമ്മ ഐ എം ബിസി സ്റ്റഡിങ് എന്ന് പറയാ. അങ്ങനെ പറയരുത് കേട്ടോ, സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാം പഠിക്കുന്നതിന്റെ ഇടയിൽ. അപ്പൊ അടുത്ത് നോക്കിയോ, ഡഗ് യുവർ ഓൺ ഗ്രേവ്. ഡഗ് യുവർ ഓൺ ഗ്രേവ്. ദാ ഈ ഒരു സീനിനകത്തൊരു പാട്ടുണ്ട്, അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോ ഗുലുമാൽ, അല്ലെ? അപ്പൊ ആ ഒരു പാട്ട് ഓർക്കുക. ഡഗ് യുവർ ഓൺ ഗ്രേവ് എന്ന് പറയുന്നതിനകത്ത് ടു ഡു സംതിങ് ഫൂളിഷ് വിച്ച് കോസസ് വൺസ് ഡൗൺഫോൾ. അവനവൻ എന്താ ഒരു കാര്യം ചെയ്യുന്നു, ആ കുരുക്കിനകത്ത് അയാൾ തന്നെ പെട്ടുപോവുക. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡഗ് യുവർ ഓൺ ഗ്രേവ് എന്ന് പറയാ. ആ ഒരു ഇഡിയം അതാണ് സൂചിപ്പിക്കുക. അപ്പൊ ആ ഒരു ഡഗ് യുവർ ഓൺ ഗ്രേവ് എന്ന് ആലോചിക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു പാട്ട് ഓർമ്മ വരണം. ഓക്കെ. ആൻഡ് യെല്ലോ പ്രസ്. യെല്ലോ പ്രസ് നമ്മൾ കുറേ മലയാളം സിനിമകളിലൊക്കെ കേട്ടിട്ടുള്ള ഒരു പദമാണ് ഈ മഞ്ഞപ്പത്രം എന്ന് പറയുന്നത്. മഞ്ഞപ്പത്രം എന്ന് ഉദ്ദേശിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐക്കോണിക് ആയിട്ടുള്ള പോപ്പുലർ ന്യൂസ് ഒക്കെ വരുന്ന ഒരു കൈൻഡ് ഓഫ് പത്രത്തെ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ന്യൂസ് പേപ്പർ പ്രസ്സിനെയാണ് നമ്മൾ യെല്ലോ പ്രസ് അല്ലെങ്കിൽ മഞ്ഞപ്പത്രം എന്ന് ഉദ്ദേശിക്കുക. ഇപ്പോൾ ഈ ഒരു സിനിമ ഹാപ്പി ഹസ്ബൻഡ്സ് എന്ന് പറയുന്ന ഈ ഒരു സിനിമയ്ക്കകത്ത് നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂട് എന്താ ഒരു എഡിറ്റോറിയലിലെ ഒരു റൈറ്ററാണ്. അപ്പൊ പുള്ളി എന്തോ തീപ്പന്തലോ അങ്ങനെ എന്തോ ഒരു ന്യൂസ് പേപ്പറിൽ എന്താ എഴുതുന്ന ഒരാളാണ്. അപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ട് എന്തരൻ എന്താ കുഴപ്പം, എന്തരൻ എന്തരാണ് കുഴപ്പം എന്ന് ചോദിക്കുന്ന ഒരിതുണ്ട്. അപ്പൊ യെല്ലോ പ്രസ് എന്ന് പറയുന്നത് എന്താ? ഇസ് എ ടേം ഫോർ പോപ്പുലർ ആൻഡ് സെൻസേഷണൽ ന്യൂസ് പേപ്പർ. ഓക്കെ, അല്ലെങ്കിൽ അത്രയധികം ന്യൂസ് വരുന്ന ഒരു പേപ്പറിനെയാണ് യെല്ലോ പ്രസ് എന്ന് പറയുക. അടുത്തത് സിപ്പിറ്റ്. സിപ്പിറ്റ്. സിപ്പിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരാളെ ഒരു കാര്യം സംസാരിക്കാൻ വിടാത്തത്. ടു ടെൽ സമ്മൺ ടു ബി ക്വയറ്റ്. അതായത് മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമ കാണാത്ത മലയാളികളില്ല. എല്ലാവരും കുഞ്ഞു പിള്ളേർ തൊട്ട് വലിയ ആൾക്കാർ വരെ ഈ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സിനിമയ്ക്കകത്ത് ഇന്നസെന്റ് ഇവിടെ നിൽക്കുകയാണ്, ഇന്നസെന്റ് ഇവിടെ നിൽക്കുക. അപ്പൊ ഇന്നസെന്റിനോട് ഇങ്ങനെ കാണിക്കുകയാണ് അല്ലെ കുതിരവട്ടം പപ്പു. അപ്പൊ എന്താ? മിണ്ടാതിരിക്കുക. ടു സിബിറ്റ് എന്ന് പറയുന്നത് ടു ടെൽ സമ്മൺ ടു ബി ക്വയറ്റ്. ഓക്കെ. ആൻഡ് ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. അപ്പൊ ഇവിടെ വിക്രമാദിത്യൻ എന്ന് പറയുന്ന സിനിമയാണിത്. ഈ സിനിമയ്ക്കകത്ത് നമുക്കറിയാം ദുൽഖർ സൽമാൻ അത്രയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പാർട്ട് ടൈം ജോലി ചെയ്ത് അതിന്റെ ഇടയിൽ രാത്രി ഇവിടെ ഒരു ഇതുണ്ട്, ലാമ്പുണ്ട്, ലാമ്പിന്റെ താഴെ ഇരുന്ന് പഠിച്ച് അങ്ങനെ മാർക്ക് വാങ്ങിച്ച് ജയിച്ചതാണ് ആര്? നമ്മുടെ ദുൽഖർ സൽമാൻ. അപ്പൊ അത്രയധികം കഷ്ടപ്പെടുക, പ്രത്യേകിച്ച് രാത്രി കഷ്ടപ്പെടുന്നതിനെയാണ് ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അപ്പനും അമ്മയൊക്കെ പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഞാൻ ഈ മെഴുകുതിരി വെട്ടത്തിൽ ഇരുന്നാണ് പഠിച്ചത്, പണ്ട് ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നു, ഭയങ്കര കഷ്ടപ്പാടായിരുന്നു, മറ്റേ സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെയൊക്കെ പോയിരുന്നു പഠിക്കുമായിരുന്നു, ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിയൊക്കെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. അവരങ്ങനെയൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ലൈറ്റ് വന്നിട്ട് നമുക്ക് പഠിക്കാനൊന്നും വയ്യ. അപ്പൊ അത് പഠിക്കാനായിട്ട് എളുപ്പവഴിയാ ഞാൻ കൊണ്ടുവന്നേക്കുന്നേ. ഓക്കെ. അപ്പൊ എന്താണ് ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറയുമ്പോൾ ടു വർക്ക് ലേറ്റ്, അതായത് ഈ നൈറ്റിലൊക്കെ ഒത്തിരി അധികം ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും വർക്ക് ചെയ്യുന്നതിനെയാണ് ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറയാം. അടുത്ത നോക്കോ, എ ബിഗ് ചീസ്. എ ബിഗ് ചീസ്. ഇവിടെ ഞാൻ 2 സിനിമ എടുത്തിട്ടുണ്ട്. 2 സിനിമയ്ക്കകത്ത് മമ്മൂട്ടിയാണ് നമ്മുടെ ഹീറോ എന്ന് പറയുന്നത്. ഒന്ന് ബിഗ് ബി, ഒന്ന് ഭീഷ്മപർവം. ഓക്കെ. അപ്പൊ ഈ 2 സിനിമയ്ക്കകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിലെയോ അല്ലെങ്കിൽ ഒരു ഫാമിലിയിലെയോ ഒരു ഇമ്പോർട്ടന്റ് പേഴ്സൺ ആണ്. അപ്പൊ ഒരു ഗ്രൂപ്പിലെ അല്ലെങ്കിൽ ഒരു ഫാമിലിയിലെ ഒരു ഇമ്പോർട്ടന്റ് പേഴ്സണെയാണ് നമ്മൾ എന്ത് പറയാ? ബിഗ് ചീസ് എന്ന് പറയാ. ദ ബിഗ് ചീസ് എന്ന് പറയാ. ഓക്കെ. അപ്പോ നമ്മുടെയൊക്കെ ഫാമിലിയിലുള്ള ഒരു പവർഫുൾ അല്ലെങ്കിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ നമ്മൾ എന്താ വിളിക്കാൻ പോകുന്നത്? എ ബിഗ് ചീസ് എന്നാണ് വിളിക്കാൻ പോകുന്നത്. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ബ്രേക്ക് എ ലെഗ്. ബ്രേക്ക് എ ലെഗ് എന്ന് പറയുന്ന കാലൊടിച്ചിട്ട് വരൂ എന്ന് പറയുന്നതല്ല, മറിച്ച് ബ്രേക്ക് എ ലെഗ് എന്ന് പറയുന്നത് എന്താ? ടു വിഷിംഗ് വൺ എ ഗുഡ് ലക്ക്. ഒരാള് ഒരു കാര്യം ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ ആ ചെയ്യാൻ പോകുന്ന സമയത്ത് ഓക്കെ ഗുഡ് ലക്ക് എന്ന് പറയുന്നതാണ് ഓക്കെ ബ്രേക്ക് യുവർ ലെഗ് എന്ന് പറയുന്നത്. ഒത്തിരി അധികം ഇംഗ്ലീഷ് സിനിമകളിൽ ഈ ബ്രേക്ക് യുവർ ലെഗ് എന്ന് പറയുന്ന ഫ്രേസസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ബ്രേക്ക് എ ലെഗ് എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസ് കേൾക്കുമ്പോൾ ഇയാളെന്താ കാലൊടിച്ചിട്ടാണ് വരാൻ പറയുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ബ്രേക്ക് എ ലെഗ് എന്ന് പറയുന്നത് എന്താ? ടു വിഷ് ഗുഡ് ലക്ക്. അപ്പൊ ഒരാളെ ഓക്കെ ബ്രേക്ക് യുവർ ലെഗ് എന്ന് പറയുന്നത് എന്താ? ഗുഡ് ലക്ക് എന്ന് പറയുന്നതാണ് ബ്രേക്ക് യുവർ ലെഗ്.
അപ്പോൾ ഇന്നത്തെ ഇഡിയംസ് ഒക്കെ നിങ്ങൾക്ക് ഒത്തിരി അധികം ഇഷ്ടപ്പെട്ടു, ഒത്തിരി അധികം മനസ്സിലാകാൻ സഹായിച്ചു എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തെ ചേർത്ത് വെച്ച്, സിനിമയാണോ പാട്ടാണോ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ താല്പര്യം അങ്ങനെ നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കുക. പഠിക്കുന്ന കാര്യം ഒരു അഡിക്ഷൻ ആയിട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ നോക്കുക. സോ ഇന്നത്തെ വൊക്കാബുലറി ക്ലാസ് ഇതാണ്. അപ്പൊ ഇതുപോലത്തെ ഒത്തിരി അധികം ടോപ്പിക്സ് ഞാൻ ഇനിയും കൊണ്ടുവരും. Until then, thank you so much.